ഹായ് മക്കളെ, നമസ്കാരം. ഇപ്പോൾ സാറ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ 5 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരങ്ങളില്ല, ചോദ്യങ്ങൾ മാത്രമാണ്. ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം പഠിക്കുക. കൂടെ ഇന്ന് രാത്രിയിൽ നടക്കുന്ന ലൈവ് ക്ലാസ്സിനകത്ത് ഇതിൻ്റെ ഉത്തരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. 1. ഗാന്ധിജിയിൽ അപൂർവ ഗുണവിശേഷങ്ങളുടെ സമ്മേളനമുണ്ടെന്ന് വള്ളത്തോൾ സമർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഗാന്ധിജി എന്ന് പറയുന്ന മഹാപുരുഷനിൽ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന പല മഹാന്മാരുടെയും ഗുണങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതായിട്ട് വള്ളത്തോൾ പറയുന്നുണ്ട്. അത് ആരൊക്കെ, അവരുടെ ഏതൊക്കെ ഗുണങ്ങളെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും. നോട്ട് ചെയ്ത് വെക്കുക. ഗാന്ധിജിയിൽ അപൂർവ ഗുണവിശേഷങ്ങളുടെ സമ്മേളനമുണ്ടെന്ന് വള്ളത്തോൾ സമർത്ഥിക്കുന്നത് എങ്ങനെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയെ ഭൂമിയോട് ഉപമിച്ചതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടൊരു പാഠമുണ്ട്, ഒരു അമ്മയുമായിട്ട് ബന്ധപ്പെട്ട പാഠം. ആ അമ്മയും ഭൂമിയും സമാനമാകുന്ന സ്വഭാവങ്ങൾ ഏതൊക്കെയോ അതിനകത്ത് വ്യക്തമാണ്. അത് പറഞ്ഞുകൊണ്ട് വേണം അമ്മയെ ഭൂമിയോട് ഉപമിച്ചതിൻ്റെ കാരണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. ഉത്തരം രാത്രിയത്തെ ലൈവ് ക്ലാസ്സിൽ കാണാം നമുക്ക്. അമ്മയെ ഭൂമിയോട് ഉപമിച്ചതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. ഉണ്ണാവ്രതവുമായി അന്യരെ ഊട്ടുന്ന എന്നുമ്മതൻ യജ്ഞം കണ്ടു നിൽക്കേ. ഉമ്മ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രവൃത്തിയെ യജ്ഞം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് യജ്ഞം എന്നതിൻ്റെ അർത്ഥം? അടുത്തത്, എന്തുകൊണ്ടാണ് ഉമ്മയുടെ പ്രവൃത്തിയെ യജ്ഞം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം? ഈ 2 സാധനം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിനകത്ത് 4 മാർക്കിനുള്ള ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ്, ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമാ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാൻ പടച്ചവനെ. ഈ വരികളിലെ ആശയം വിശദമാക്കുക. എന്താണ് വേദം? പാവപ്പെട്ടവൻ്റെ കൂടെയാണ് പടച്ചവനുള്ളത് എന്ന് പാഠഭാഗത്ത് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? ഈ സാധനമാണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരത്തിനകത്ത് എഴുതേണ്ടത്. ചോദ്യം ഓർമ്മിച്ച് വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, ഇപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ കേരളം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ക്ലേശകരമായ പാതയിലാണ്. ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ കേരളം ഏത് പ്രതിസന്ധിയെയാണ് നേരിട്ടത്? ആ പ്രതിസന്ധിയിൽ നിന്ന് ഇപ്പോൾ കേരളം എങ്ങനെയാണ് ഉയരുന്നത്? അതിന് ഫീനിക്സ് പക്ഷിയുടെ പ്രത്യേകത എന്താണ്? ഇത്രയും കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ത് ചെയ്ത് പൂർത്തിയായി മാറി. സെറ്റാണല്ലോ? 5 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.